So welcome back to yet another lazy Sunday vlog. സോ സൺഡേസ് എപ്പോഴും ലേസിയാണ്, കാരണം കിട്ടുന്ന ആകെയുള്ളൊരു വീക്കെൻഡാണ്, ലൈക്ക് ഒരു ഹോളിഡേ ആണ്. അപ്പം ഞാൻ മാക്സിമം അത് വെറുതെ ഇരുന്ന് തീർക്കാറാണ് പതിവ്. പ്രത്യേകിച്ച് പ്രൊഡക്റ്റീവ് ആവാറില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കും, പക്ഷെ ഒന്നും നടക്കില്ല. എന്നാൽ പിന്നെ ഇന്ന് ഞാൻ വിചാരിച്ചു ഡ്രസ്സൊക്കെ മടക്കി വെക്കാം, ഷെൽഫൊക്കെ ഫുള്ള് കോലായിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇന്നത് എടുത്ത് വെക്കാം, റൂം ക്ലീൻ ചെയ്യാമെന്നാണ് ഇന്നത്തെ എൻ്റെ ടാസ്ക്. അതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് ഈ കണ്ണാടി തുറക്കുക എന്നുള്ളതാണ്. കുറേ ദിവസമായി ആലോചിക്കുന്നു, അപ്പോൾ ഇന്ന് എന്തായാലും ഇത് ചെയ്യണം. അപ്പം അതിന് മുന്നേ നമുക്ക് ഫുഡ് എന്താണെന്ന് നോക്കാം. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, കുറച്ച് ലേറ്റായിട്ടുണ്ട്, എന്നാലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും. യെസ്, പുട്ട് കടല. അപ്പോൾ അതാണ് പുട്ടിൻ്റെ കൂടെ കടല, അത് വേറെ തന്നെ ഒരു കോമ്പിനേഷനാണ്. പിന്നെ പുട്ടും പപ്പടം, പുട്ടും ചിക്കൻ കറിയും അതൊക്കെ കിട്ടിയാൽ കൊള്ളാം. പക്ഷേ ഊണമുണ്ട്, മിച്ചിയുണ്ട്. ഉറങ്ങിപ്പാ. ഊണോന് സ്ഥലമില്ലേ? ഊണോന് ഇത്ര സ്ഥലമേ ഇല്ലൂ. പാഷൻ ഫ്രൂട്ട് ഇപ്പം അത്യാവശ്യമായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പഞ്ചസാര ഇട്ടിട്ടൊക്കെ കഴിക്കലുണ്ട്, പക്ഷേ എനിക്ക് ജസ്റ്റ് വെള്ളമായിട്ട് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറിച്ചിട്ട് വെള്ളമാക്കി കുടിക്കും, ജസ്റ്റ് ഉപ്പൊക്കെ ഇട്ടിട്ട്. നല്ല എനർജി ഡ്രിങ്കാണ്. അപ്പം പറിക്കുക, ഉണ്ടാക്കുക, കുടിക്കുക, അതാണ്. എല്ലാം വെളിച്ച് വാരിയിട്ടിട്ട് പിന്നെ എല്ലാം ഒരുമിച്ച് എടുത്ത് വെക്കുമ്പോൾ വേറെ തന്നെ രസമാണ്. അപ്പം ഞാൻ നല്ലോണം എന്താ പറയുക, മൊത്തത്തിൽ ഇങ്ങനെ അലങ്കോലാകുന്നത് വരെ ഞാൻ കാത്തിരിക്കും, എന്നിട്ട് ഞാൻ എല്ലാം ഒന്നിച്ചെടുത്ത് വെക്കും. അതാണ് പതിവ്. അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമാണ്, ഇന്നെല്ലാം കൂടി എടുത്ത് വെക്കേണ്ട ദിവസമാണ്. കുറേ ഡ്രസ്സൊന്നും കാണുന്നില്ല, ലൈക്ക് എല്ലാം കൂടി വെളിച്ച് വാരിയിട്ടിട്ട്. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇന്ന് ചെയ്തു. തടി കുറഞ്ഞിട്ടിടാമെന്ന് പറഞ്ഞിട്ട് വെച്ച ഡ്രസ്സുണ്ട്, ഇപ്പം ഇടാൻ പറ്റുന്നതുണ്ട്, എല്ലാം കൂടി ഒന്നിച്ചാണുള്ളത്. അപ്പോൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി വെക്കണം. അപ്പോൾ ഇതങ്ങനെ ഒരു 2:30 മണിയായിട്ടുണ്ട്, കുറച്ച് ലേറ്റായി. അപ്പം എനിക്കൊരു തൈര് സാധം കഴിക്കാൻ തോന്നി. അപ്പം ഒരു തട്ടിക്കൂട്ട് തൈര് സാധം ഞാൻ ഉണ്ടാക്കുകയാണ്. ചോറെടുത്തു, കുറച്ച് നല്ല വെന്ത ചോറായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വേറെ ഒന്നും ചെയ്യണ്ട. നല്ല മാങ്ങ അച്ചാറുണ്ടായിരുന്നു, അത് അരച്ച അച്ചാർ, അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അതും കൂടെ കൂട്ടി, പിന്നെ കുറച്ച് പപ്പടം കൂടി ഉണ്ടെങ്കിൽ സെറ്റാണ്. മുളക് പപ്പടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം, പക്ഷേ മുളക് പപ്പടം സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ തൽക്കാലം ഞാൻ സാധാ പപ്പടം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതും കുറച്ച് എണ്ണ എടുത്തിട്ട് ഒരു ഇങ്ങനെ കട്ട് ചെയ്താകുമ്പോൾ കുറേ ഇല്ലതുപോലെ തോന്നും, അല്ലെങ്കിൽ ഞാൻ കുറേ പപ്പടം കഴിക്കും. അതുകൊണ്ട് ഞാൻ ബുദ്ധിപൂർവ്വം ഞാൻ ഇങ്ങനെ ചെയ്തു. ഇതൊക്കെ കൂടി കഴിക്കാം. ഇത് പിന്നെ തൈരും ചോറും തന്നാൽ ഞാൻ കഴിക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ എങ്ങനെ കിട്ടിയാലും ഞാൻ കഴിക്കും, അതുകൊണ്ട് എനിക്കിത് വലിയ ഇതൊന്നുമില്ല. അപ്പോൾ കുറച്ചിങ്ങനെ ചോറെടുത്ത് ഇതാണ് ഞാൻ പറഞ്ഞ പോൺസ്. ക്യാൻ സി ഇറ്റ് ഈസ് സൂപ്പർ ലൈറ്റ്. എന്തായാലും പറയാം, സൂപ്പർ ലൈറ്റ് തന്നെയല്ലേ? നല്ലുണ്ട്. ഇതാ ഞാൻ ഇന്നലെ മറ്റേ അപർണ തോമസിൻ്റെ മേക്കപ്പ് കളയുന്ന റുട്ടീനില്ലേ, അത് കണ്ടിന്. എന്തെല്ലാം തേക്കുന്നത് കളയുമ്പോൾ നമ്മൾ ഒരു ഫേസ് വാഷ്. ഈ സ്റ്റുഡിയോൻ്റെ ഐലൈനർ അന്ന് വെറുതെ വാങ്ങിയത്, പക്ഷെ നല്ല ലാസ്റ്റിംഗ് ആണ്. ഞാൻ ഒരച്ച് കഴുകാണ്ട് ഇത് പോകില്ല. അതിൻ്റെതാ എന്ന് വാങ്ങിച്ചേ? അതാ ചോദിച്ചേ. നിന്റെ ലിപ്സ്റ്റിക് എനിക്ക് തന്നെ നോക്കട്ടെ, ഷെയ്ഡ് അവിടെ ഉണ്ട്. കുറേ ആയി ഞാൻ ഇത് ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഓൾറെഡി ഒരു ലിപ്സ്റ്റിക് ഉണ്ട്, നല്ല രസമുണ്ട്. ഇതിൻ്റെ ഷെയ്ഡ് ഏതായിരുന്നു? സേഫ് വേൾഡ് ലിപ്പിൻ്റെ സേഫ് വേൾഡ്. ഞാൻ ബാക്കി ലിപ്സ്റ്റിക്കെല്ലാം എൻ്റെ മുഖത്ത് വരച്ച് ഓവറായിപ്പോയി ഗൈസ്. കുറച്ച് മോയ്സ്ചറൈസർ ഇട്ടാൽ ആവശ്യമുണ്ടെങ്കിൽ മുടി കെട്ടാൻ ഒരു സ്ക്രഞ്ച്. എനിക്കൊരു സ്ക്രഞ്ച് വാങ്ങണമായിരുന്നു. ഇതന്നെ ഇതിൻ്റെ വേറെ കളർ, ഈ ഒരു ഇത് നല്ല സാധനം.
അത്യാവശ്യം വേണമെങ്കിൽ ഇങ്ങനെ ആക്കിയിട്ട് ഇതാണ് എൻ്റെ സ്ഥിരം ലുക്ക്. പണ്ട് ഞാൻ കുളിക്കാൻ പോകുമ്പോഴാണ് ഇങ്ങനെ കെട്ടാറ്. ഇപ്പം ഞാൻ എവിടെ പോകുമ്പോഴും ഇങ്ങനെയാണ് കെട്ടാറ്. അതാണ് ഞാൻ വീട്ടിൽ നിന്ന് ആദ്യം ഇറങ്ങുമ്പോൾ മുടി കെട്ടിയിട്ട് ഇറങ്ങും. എന്നിട്ട് വീട്ടിൽ നിന്ന് എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ മുടി അയച്ചിടും. അതാകുമ്പോൾ ഇവിടെ നിന്നൊന്നും കേൾക്കൂല. അപ്പോൾ താഴെ കൺവെൻഷൻ വേണ്ട. ഓക്കെയാണ്. ഞാൻ മണാലി പോയപ്പോൾ വാങ്ങിച്ച സാധനം. ഇത് ഞാൻ ഷിംലയിൽ പോയപ്പോൾ വാങ്ങിച്ചത്. മണാലിയും ഷിംലയും. ഇതിപ്പോൾ ഇങ്ങനെ തൂങ്ങുന്നുണ്ട് ഇവിടെ. ഇതെന്ത് പോസിബിളോ അതാ ട്ടോ. സോ ഗൈസ് നമ്മൾ പോകുന്നു. നല്ല രസമുണ്ടല്ലേ. ിലേക്ക് ഒന്നും കാണുന്നില്ല കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓഫർ ഉണ്ട്. ഓഫറിലുണ്ട് കാരണം ഞങ്ങൾക്ക് 2-3 സാധനം വാങ്ങാൻ നമ്മൾ ഒന്നും നോക്കിയില്ല. ഗൈസ് ഭാഗ്യമുണ്ടാക്കും. എന്തോ തിന്നാൻ കിട്ടുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന 2 ആൾ 3 ആൾ. ചിങ്കു എന്തെന്നിത്? ഇതെന്തെന്ന്? ചെറിയ കുഞ്ഞിക്കാണ് വലിയ സാധനം. ഇത് ചെറിയ കുഞ്ഞിക്ക്, ഇത് വലിയ കുഞ്ഞിക്ക്. ഓക്കെ, ഒട്ട് ചെറിയ കുഞ്ഞി. ആ കൊടുക്കണ്ട, മിച്ചിക്ക് കൊടുക്കണ്ട. 2 കൊടുത്തോ കേട്ടാ. കളവിയായി മിച്ചി. ടോയ്സ് കളിക്കുന്നു, ടോയ്സ്. അങ്ങനെ അവർ സൈഡായി. ഇത്രേ